ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം കേന്ദ്രമാണ് തെന്മല. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തെന്മല ഡാം യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രം കൂടിയാണ്. അവധിക്കാലം ആഘോഷിക്കുന്നതിനായി പച്ചപ്പ് നിറഞ്ഞ വനങ്ങളും ബട്ടർഫ്ലൈ സവാരി പാർക്കുകളും സംഗീത നൃത്ത ജലധാരകളും ട്രക്കിംഗ്, ഹൈക്കിംഗ്, നൈറ്റ് ക്യാമ്പിംഗ് തുടങ്ങിയവയെല്ലാം ഇവിടെയുണ്ട്. ഉത്തരവാദിത്തമുള്ള ടൂറിസത്തിന്റെ അടുത്ത ഘട്ടമാണ് ഇക്കോ ടൂറിസം മേഖല. ഇവർ ഇവിടെ സംരക്ഷിക്കുന്നതിലും മെച്ചപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ബോട്ടിങ്ങും കുട്ടവഞ്ചി സവാരിയും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് തെന്മല ഡാമിന്റെ മുൻഭാഗം. വെള്ളം കുറവായതിനാൽ ഷട്ടറുകൾ ഒന്നും തുറന്നു വിട്ടിട്ടില്ല. മനോഹരമായ കാഴ്ചകൾ കാണണമെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ എത്തിച്ചേരണം. കുറച്ചധികം നടക്കാനും പടവുകൾ കയറാനുമുണ്ട്. നടക്കാൻ പ്രയാസമുള്ളവർ ഒരിക്കലും ഇതിന് മുതിരരുത്. വനം വകുപ്പിന്റെ തന്നെ ഇക്കോ ടൂറിസം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള വാഹനങ്ങൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. അതായത് ഒരാളിന് 75 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും, ഡാമിന്റെ എല്ലാ ഭാഗങ്ങളും, പാർക്കും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെല്ലാം കൊണ്ടുപോയി അവർ കാണിച്ചു തരുന്നതാണ്. നമ്മൾ ഏതായാലും നടന്ന് തന്നെ ഡാമിന്റെ മുകളിലെത്തി. മുകളിലെത്തുമ്പോഴേക്കും അടിപൊളി വ്യൂ തന്നെയാണ്. പശ്ചിമഘട്ട പർവ്വത നിരകൾ ഇങ്ങനെ പച്ചപ്പണിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത ഒരു രസം തന്നെയാണ്. വനം വകുപ്പിന്റെ സഫാരി വണ്ടിയിൽ പോയാൽ മാത്രമേ ഡാം കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിക്കാൻ പറ്റൂ. അത് ആരും നഷ്ടപ്പെടുത്തരുത്. ഡാമിലെത്തിയാൽ അത് അന്വേഷിച്ച് സഫാരി വണ്ടിയിൽ തന്നെ പോയി ഡാം കണ്ട് മടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. ഇക്കോ ടൂറിസത്തിൽ ഉൾപ്പെടുന്നതാണ് കുട്ടവഞ്ചി സവാരിയൊക്കെ. ഒരാളിന് 100 രൂപയാണ് കുട്ടവഞ്ചിയുടെ ചാർജ്. തെന്മല ഡാമിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഒറ്റക്കൽ റിക്കോർട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു റിസർവോയർ, അതായത് കല്ലട ജലസേചന പദ്ധതിയുടെ ഒരു ചെറിയ ഒരു റിസർവോയർ, അതും കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഡിയർ പാർക്കുണ്ട്, ലേസർ ഷോ ഉണ്ട്, പിന്നെ ഒരുപാട് വ്യൂ പോയിന്റുകൾ ഉള്ള ഒരു സ്ഥലമാണ് ഇത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് പാലരുവിയും റോസ്മലയും ഒക്കെ. നമ്മൾ അതൊക്കെ കാണാൻ വേണ്ടി വീണ്ടും അങ്ങോട്ടേക്ക് പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.